ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു WS യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ കാണണ്ടേ ഗൈസ്, ഇതാണ് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 22ാമത്തെ നിലയിലായിരുന്നു കേട്ടോ താമസം. ദാനുപ്പെണ്ണ് നല്ല ഉറക്കമാണ്. അപ്പോൾ അവളെ അടിച്ചെഴുന്നേൽപ്പിച്ച് ഞങ്ങൾ റെഡിയാവാൻ പോവാണ് കേട്ടോ. ഞങ്ങളങ്ങനെ മലേഷ്യയിൽ ഹോട്ടലിലാണ്. നമ്മൾ നല്ല ക്ഷീണമായിരുന്നുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കിടന്നുറങ്ങി. ഇവൾ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അവളെ മുഖം ഇരിക്കുന്നുണ്ട്. അവളെ ഉറക്കത്തിൽ ഞങ്ങൾ അടിച്ചടിപ്പിച്ചാണ്. അങ്ങനെ ഇപ്പോൾ അവൾ മാത്രം ഉറങ്ങണം. പിന്നെ നമ്മളൊരു ചെറിയ കറക്കം ഫുഡ് കഴിക്കണം. അപ്പോൾ ലഞ്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ട് നമ്മൾ പോയില്ലല്ലേ, ക്ഷീണം ഉണ്ടായിരുന്നോണ്ട് പോയില്ല. അപ്പോൾ ഇനി നമ്മൾ കഴിക്കുന്നത് 5 മണിക്കാണ് നമ്മൾ കറങ്ങാൻ ഇറങ്ങുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇപ്പം വൃത്തികേടാക്കി കിടക്കുവാണ്. നമ്മൾ സാധനങ്ങളൊക്കെ പറക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ തിരക്കായതുകൊണ്ടാണ് ബാക്കി വിഷ്വൽസ് വയ്യാറും നല്ല തലവേദന മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളന്ന് കറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് വിഷ്വൽസ് ഒക്കെ കാണാവേ. ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ, ഐബിസ് ഹോട്ടൽ. നമ്മൾ വല്ലതും കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. ഞാനിപ്പിടിന് ഞാൻ ഇഞ്ചി കൊടുത്തു. നമ്മൾ വല്ലതും കഴിക്കത്തില്ല. നല്ല കഴിക്കും. രസമുണ്ട് കേട്ടോ. ബിരിയാണി ഞാൻ കഴിക്കാം. ഇന്ത്യൻ ഇതുള്ള ഒരു ഹോട്ടലാണ് കയറിയിരിക്കുന്നത്. ധനു ബേബി ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ ധനു ബേബി? നമ്മുടെ പുറത്തോട്ടൊക്കെ വരുന്നത് കൊണ്ട് മാലയൊന്നും ഇട്ടില്ല കേട്ടോ. അതൊക്കെ വീട്ടിൽ ഊരി വെച്ചിട്ടാണ് വന്നത്. ഒക്കെ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് മീൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ஷாப்பிங் மால் கீழ ஷாப்பிங் மால் மேல 2 பில்டிங் வந்து பிசினஸ். அது வந்து ஃபுல்லா அந்த பெட்ரோனாஸ் கம்பெனி. ஓகே. எல்லாம் சைனீஸ் பிசினஸ் தாங்க. சைனீஸ் பாங்க. சைனீஸ் மட்டும் முக்காசி இருக்காங்க. அவங்க டூரிஸ்ட் நிறைய வராங்க. ദാനു തൂങ്ങിയിരുന്ന് കാഴ്ചകളൊക്കെ കാണുവാണ് കേട്ടോ. டூரிஸ்ட் லிட்டில் இந்தியா, சைனா டவுன் இதெல்லாம் ஒரே ஸ்ட்ரீட் தாங்க. எல்லாம் அந்த ஆத்தோரமா. இந்த பழைய பில்டிங்லாம் வந்து 6 ஓரமா வந்து கட்டினது தான். இந்த புது கமர்ஷியல் ஏரியா தான் இங்கெல்லாம் 6 இல்ல. 1880ல 1920 மட்டும் இது ஸ்கூல். அப்ப அவங்க காசு வந்தோடனே ஸ்கூல் மாறிட்டாங்க. ஏன்னா இங்கிலீஷ் மீடியம் மாட்டி. നമ്മളിപ്പോൾ ഇത് പഴയ സ്കൂൾ, ആദ്യം ക്ഷേത്രമായിരുന്നു. ക്ഷേത്രമല്ല, സ്കൂൾ തന്നെയാണ്. നമ്മളിപ്പോൾ സിനിമയിലൊക്കെ മാത്രമേ കേട്ടിട്ടുള്ളൂ അല്ലേ, ചൈന ടൗൺ ഇതാണ് കേട്ടോ ചൈന ടൗൺ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനക്കാരാണ് ഇവിടെ ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ അവർ ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ മേടിച്ച് അവിടെ എല്ലാം കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ എല്ലാ വലിയ ബ്രാൻഡ്സിനെയും കോപ്പീസിലിട്ട്, പക്ഷെ ഭയങ്കര വിലയാണ് കേട്ടോ. നമ്മൾ ചൈന ടൗണിൽ പോയി അല്ലേ? അപ്പോൾ നമ്മൾ ചൈന ടൗണിൽ പോയി. ഇവിടത്തെയൊക്കെ വിലകൾ അപേക്ഷിച്ച് നോക്കണം. നമ്മളവിടെയൊക്കെ പൊന്നാണ്. ഒരു ചെരുപ്പിനൊക്കെ 900-1000 രൂപ. നമ്മുടെ നാട്ടിലെ റബ്ബർ പ്ലാസ്റ്റിക് ചെരുപ്പുകളില്ലേ, നമ്മൾ നോർമലി സ്റ്റുഡിയോയിൽ നിന്നൊക്കെ വാങ്ങണം. നമ്മൾ 300 രൂപയുടെ 250 രൂപയ്ക്ക് വാങ്ങുന്ന ചെരുപ്പ് ഇവിടെ 900-1000 രൂപയാണ് പറയണം. വിലവേശി വാങ്ങിക്കണവരുണ്ട്. പക്ഷെ നമ്മുടെ വിലവേശിയിലൊന്നും നമുക്ക് ഇവിടുത്തെ ലാംഗ്വേജ് അറിഞ്ഞതല്ല. വിലവേശിയിൽ നല്ല അറിയില്ല. അതുപോലെ ഒരു ജ്യൂസിനൊക്കെ 160 രൂപ. അതൊക്കെ നമ്മുടെ അവിടെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കുടിച്ചിട്ട് തീരണില്ല. ഞാൻ അവസാനം കൊണ്ടുപോയി കളഞ്ഞു. കാണുന്നുണ്ട് ചൈന ടൗൺ കാണാൻ കൊള്ളാമല്ലേ. ഒരുപാട് നല്ല തിരക്കുണ്ട്. എല്ലാ ബ്രാൻഡും. നമ്മളവിടുത്തെ ചാല മാർക്കറ്റിൽ ചാല മാർക്കറ്റിൽ എന്നെ എന്ത് വില കുറവാണ് സാധനങ്ങൾ. ഇത് ഹൈ ക്വാളിറ്റി ചാല മാർക്കറ്റ്, ഹൈ പ്രൈസ് ചാല മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫ്രീ സ്കൂളായിരുന്നു. ഞാനും ഇഷ്ടപ്പെട്ടാക്കളെ. ഇവിടെയൊക്കെ എല്ലാം 18 സംതിങ് ഒക്കെ ആ റേഞ്ചിന് വരുന്ന ബിൽഡിങ്സ് ആണ് കൂടുതൽ. നമ്മളവിടെയൊക്കെ 6ാം നൂറ്റാണ്ടിലൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. இந்த டெம்பிள் 1980s கட்டினாங்க. இது வந்து சைனீஸ் ஐனாமீஸ் டெம்பிள். ஐனாம் டெம்பிள். இது வந்து நாட் ஒன்லி டெம்பிள். இது வந்து சீனா வந்து கல்யாண ரெஜிஸ்ட்ரேஷனும் இங்கே தான் வச்சிருக்காங்க. சைனீஸோட ரிலிஜன் கிளாஸ் எல்லாமே இருக்குது. டெம்பிள் வந்து 2ஆம் மாடியில். நீங்கள் மேலே ஏறி 2ஆம் மாடிக்கு போனால் டெம்பிள் பார்க்கலாம். നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ത് ടെമ്പിളൊക്കെ ടെമ്പിളിലാണ്. കൊള്ളാൻ കേട്ടോ, നല്ല രസമുണ്ട്. ടെമ്പിൾ കണ്ടോ, ഫുൾ വിഷ്വൽസ് ഒക്കെ. അത് നേരത്തെ എൻ്റെ ഫോണിലെടുത്ത് വിഷ്വൽ. നമ്മളങ്ങനെ ടെമ്പിളിലോട്ട് കയറുവാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഫുൾ സിറ്റി കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. 2nd ഫ്ലോറിലാണ്. നമ്മൾ 2nd ഫ്ലോറിലോട്ട് പോവുകയാണ്. ടെമ്പിളിലോട്ട് പോണ വേ ആണ് കേട്ടോ. സ്റ്റേഴ്സാണ്. ഇതാണ് നമ്മുടെ ടെമ്പിൾ കേട്ടോ. അവിടെ കൊണ്ട് കയറി തളർന്നു പോയി. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഹോൾ സിറ്റി കാണാം. നല്ല രസമുണ്ട് കേട്ടോ.
ടെമ്പിളിൽ വന്നപ്പോഴത്തേക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തൃശ്ശൂരിലുള്ള സബ്സ്ക്രൈബേഴ്സ് പിന്നെ അവർ താമസിക്കുന്നത് ഇവിടെയാണ് വീഡിയോസൊക്കെ കണ്ടിന്യൂസ്ലി കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഹാപ്പി എവിടെ ചെന്നാലും നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതെ അതെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെമ്പിൾ ഭയങ്കര രസമുണ്ട്, വേറൊരു ഫീൽ നല്ല കാറ്റൊക്കെ നല്ല ഇഷ്ടപ്പെട്ടത്. മറ്റു കുടുംബം ഉള്ളൂ അതിന് ഉമ്മ തന്നെ പറഞ്ഞത് കൊല്ലം പറഞ്ഞില്ല. മുസ്ലിം പള്ളിയുടെ ഒരു ഫീലിംഗ്. നമ്മളെ ബുർജ് ഖലീഫ കഴിഞ്ഞാൽ ഏറ്റവും ഉയരമുള്ള ടവർ. ഡ്രാഗൺ അങ്ങനൊന്നും പോകണ്ട. ആണോ? നമുക്കൊരു ഒറ്റ അടി കൊടുക്കാം. നമുക്ക് മൊയിലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് കേട്ടോ ബെറ്റിക് ബിൻഡാക്, അങ്ങനെ എന്തുവാണ് ഇതിൻ്റെ പേര്. ഫുള്ള് ലൈറ്റൊക്കെ അലങ്കരിച്ചിട്ടുള്ള ഒരു സിറ്റിയാണ്. നല്ല രസമുണ്ടായിരുന്നു അതിൽ കൂടെ നടക്കാനായിട്ട്. മാർക്കറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് മേടിച്ച് കഴിക്കാം. അവിടെ നിന്ന് വെറൈറ്റി ഓഫ് ഫുഡ്സുകളാണ് കേട്ടോ അവിടെ. വേണ്ട, അതിൻ്റെ പൊക്ക കാണിച്ചു തരാം. എത്തണില്ല, ഇത്ര പൊങ്ങുള്ളൂ. നമ്മൾ ട്വിൻ ടവർ കാണിച്ചു തരാം. പിന്നെ ഇതല്ല ട്വിൻ ടവർ. സോറി, ട്വിൻ ടവർ കാണാൻ രാത്രി 8-നും 10-നും ഇടയ്ക്ക് അവിടെ വാട്ടർ ഷോ അല്ലെ ഫൗണ്ടൈൻ ഷോ നടക്കണം. അവിടെ പെട്ടെന്ന് പോവാം. വാട്ടർ ഷോ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നടത്തണം കേട്ടോ. വളരെ മനോഹരമായിരുന്നു. നല്ല മ്യൂസിക്കിനനുസരിച്ചിട്ട് ആ ഒരു വാട്ടർ ഷോ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിരുന്നു. ദാനുവിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദാനു അവിടെ നിന്ന് വരാനേ കൂട്ടാക്കിയില്ലായിരുന്നു കേട്ടോ അതിൻ്റെ അവസാനം വരെ. നമ്മുടെ ഈ കാണുന്നതാണ് ട്വിൻ ടവർ കേട്ടോ. ഈ ട്വിൻ ടവർ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ അലങ്കരിക്കുമ്പോഴാണ് ഇത്ര ഒരു മനോഹരമായിട്ട് വരുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ട്വിൻ ടവർ തന്നെയാണ്. അതോടൊപ്പം അതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു ലേക്കിലെ വാട്ടർ ഷോയും ഒരുപാട് തിരക്കായിരുന്നു. നല്ല തിരക്കായിരുന്നു അവിടെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഫീലായിരുന്നു ഈ ഒരു വാട്ടർ ഷോ ഒക്കെ കണ്ട മ്യൂസിക്കൊക്കെ കേട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ദാനു കണ്ടോ, ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്തില്ല. അവർക്ക് ഫുൾ ആ ലൈറ്റും വാട്ടറും എല്ലാം കണ്ടോടെ അങ്ങനെ അങ്ങ് നിൽക്കുവാണ് കേട്ടോ. കുറേ നേരം ഞങ്ങൾ നിന്ന് രാത്രി ഒരു 10-12 മണിയായിട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോയപ്പോഴത്തേക്കും. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ട്വിൻ ടവർ വരുന്നത്. നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നടന്ന് പോകാൻ ദൂരേ ഉള്ളൂ ഈ ഒരു ട്വിൻ ടവറിലോട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള മിക്ക ദിവസവും നമ്മളവിടെ പോയി കേട്ടോ. നല്ല രസമായിരുന്നു. ഈവനിങ്ങിലൊക്കെ നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല രസമായിരുന്നു. നല്ലൊരു മൈൻഡ് റിലാക്സിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ഈ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഇന്നത്തെ കറക്കം അവസാനിച്ചിരിക്കുന്നു അല്ലേ ദാനു? നമ്മൾ വന്ന് ഫ്രഷായി ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഇനി ബാക്കി സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നാളെ ആയിരിക്കും കാണുന്നത്. ദാനു, ഓ എന്നെ അള്ളി കീറുന്ന പെണ്ണ്, അഴുക്ക പെണ്ണ്. ഇക്ക കാണിച്ചു തരട്ടെ. ഒക്കെ കിടന്ന് കേട്ടോ, കണ്ടോ കിടക്കണത്. ഒക്കെ കിടന്ന് ക്ഷീണം, ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞ് ഉറങ്ങാൻ കിടക്കുവാണ്. അപ്പൊ നമുക്ക് നാളെ കാണാം. അപ്പോ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മലേഷ്യയിലെ സെക്കൻഡ് ഡേയുമായിട്ട് ഞങ്ങൾ നാളെ വരുന്നതാണ്. ടാറ്റാ.